നമസ്കാരം. കവിതകൾ വിരിയുന്ന കടലാഴങ്ങളിൽ മൈനുകൾ കുഴിച്ചിട്ട് ലോകത്തെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഒരാഴ്ച കൂടി കടന്നു പോകുന്നു. ആകാശത്ത് വിസ്മയം വിരിയിക്കാൻ നിർമ്മിച്ചെടുത്ത പടക്കങ്ങൾ പൊട്ടിത്തെറിച്ച് ചിതറിപ്പോയത് മനുഷ്യ ശരീരങ്ങളാണ്. പാമ്പും ചൂടും സംസ്ഥാനത്ത് ആദിയായി വളരുകയാണ്. എവിടെയും നൊമ്പരങ്ങളും വേദനകളും മാത്രം. ലോകത്തിൻ്റെ കോണുകളിൽ കബന്ധങ്ങൾ ചിതറിത്തെറിക്കുന്നു. ഇങ്ങനെ നിരവധി വാർത്തകളും വിശേഷങ്ങളുമാണ് ഈ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. നൊമ്പരങ്ങളാണ്, വേദനകളാണ്, ചിലയിടത്ത് അട്ടഹാസങ്ങളും. ഇതിൽ നെഞ്ചിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ വാർത്ത ഏതാണ്? അത് അന്വേഷിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചെങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. സണ്ണി പീറ്റർ, എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ സണ്ണിയെ സ്പർശിച്ച ആ വാർത്ത എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനം തന്നെയായിരിക്കും ഈ ആഴ്ചയിലെ ഏറ്റവും ചങ്കിൽ തട്ടിയ വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോഴും ആരൊക്കെയാണ് മരിച്ചത്, അവരുടെ മൃതദേഹങ്ങൾ പോലും അവരുടെ ബന്ധുമിത്രാദികൾക്ക് കാണാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണല്ല. നമ്മൾ ഈ മരണം എന്നൊക്കെ പറയുമ്പോൾ, ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ആ മരണം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, വളരെ ശരീരങ്ങളൊക്കെ ചിന്നിച്ചിതറി, ലഭിച്ച മൃതദേഹങ്ങളാകട്ടെ കത്തിക്കരിഞ്ഞ നിലയിൽ, അത്ര വളരെ ഭയാനകമായ, ഏറ്റവും വേദനാജനകമായ ഒരു മരണമാണ് ഈ വെടിക്കെട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമുക്ക് ഒരിക്കലും നമ്മൾ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ പഠിക്കാത്ത ഒരു ജനവിഭാഗം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. പലപ്പോഴും ഒരുപാട് ദുരന്തങ്ങൾ, നമ്മൾ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ നമ്മുടെ കൺമുന്നിലും നമ്മൾ അനുഭവിക്കുകയും നേരിട്ട് അറിയുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഓരോ അപകടങ്ങളും ദുരന്തങ്ങളും കഴിയുമ്പോഴും വീണ്ടും ഇത് ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നടപടിയല്ല. നമുക്കറിയാം, ഏറ്റവും വലിയൊരു ഭയാനകമായ ഒരു വെടിക്കെട്ടായിരുന്നു, അടുത്ത വെടിക്കെട്ട് അപകടമായിരുന്നു 2016 ഏപ്രിൽ 10 കൊല്ലം ജില്ലയിലെ പുറ്റിങ്ങൽ ഉണ്ടായ അപകടം എന്ന് പറയുന്നത്. ആ വെടിക്കെട്ട് അപകടത്തിൽ ഏകദേശം 110ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. എല്ലാവരുടെയും ഇതവണം തന്നെ മൃതദേഹങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഛിന്ന ഭിന്നമായി പോയി. 650ഓളം പേർക്കാണ് അന്ന് പരിക്കേറ്റത്. അതിനെ തുടർന്ന് ജസ്റ്റിസ് PS ഗോപിനാഥൻ നായരെ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണ കമ്മീഷൻ അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു. അദ്ദേഹം സമർപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. ഈ വെടിക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനകത്ത് ഈ വെടിക്കെട്ട് പൊട്ടിക്കുമ്പോൾ മാത്രമല്ല, ആ വെടിക്കെട്ടിന് ആവശ്യമായ കെമിക്കൽ, കരിമരുന്നുകൾ ശേഖരിക്കുന്നതിനും സംഭരിക്കുന്നതിനും, അതിനെ വെടിക്കെട്ടിൻ്റെ ആ വസ്തുക്കളൊക്കെ നിർമ്മിച്ചതിന് ശേഷം അത് സൂക്ഷിക്കുന്നതിനും ഒക്കെ ഒരു നിലവാരം വേണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം വെച്ചിരുന്നു. പക്ഷെ അതൊന്നും പാലിക്കുന്നതിന് പിന്നീട് നടപടി ഉണ്ടായില്ല എന്നതാണ് വസ്തുത. അങ്ങനെയാണ് വീണ്ടും ഈ ഏപ്രിൽ 21 മുണ്ടത്തിക്കോട് 14ഓളം പേർക്ക് ജീവൻ നഷ്ടമാകുകയും 15 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. 4 പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. അന്നത്തെ ആ റിപ്പോർട്ടിൻ പ്രകാരം ഒരു നടപടിയൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു വേദന ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. പൈസ കൊടുത്ത്, നഷ്ടപരിഹാരം കൊടുത്ത് ഇതിനൊന്നും പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഏതായാലും സംഭവിച്ചു പോയി. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനാണ് നടപടി വേണ്ടത്. ഇത് നമുക്കറിയാം, പോലീസൊന്നും അറിയാതെയാണോ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയിടത്തോളം 20 വർഷത്തിലേറെയായി മുണ്ടത്തിക്കോട് ഇത്തരത്തിലുള്ള പടക്ക നിർമ്മാണശാല അവിടെ നടക്കുന്നു എന്ന് പറയുന്നത്. യാതൊരു നിലവാരവുമില്ലാതെ 2-3 ഷീറ്റൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ അവിടെ ഇത്രയും തൊഴിലാളികൾ, 10-40ഓളം തൊഴിലാളികൾ ദിവസവും പണിയെടുക്കുമ്പോൾ ഇതൊന്നും അറിയാതെ പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തള്ളിക്കളയാൻ ഒരു വലിയൊരു വീഴ്ച തന്നെയാണെന്നേ. കാരണം 20 വർഷമായിട്ടും ഇങ്ങനെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുടിലുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസിന് പോലും അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ അത് വലിയൊരു വീഴ്ച തന്നെയാണ്. എന്തായാലും ഈ ആഴ്ചയിൽ ഏറെ വേദനിപ്പിച്ച ഒരു വാർത്ത തന്നെയാണ് മുണ്ടത്തിക്കോടുണ്ടായ ഈ ഭീകരമായ അപകടം എന്ന് പറയുന്നത്. എല്ലാവരും കണ്ണീരോടുകൂടി മാത്രമാണ് ഈ വാർത്ത കണ്ടത്. ജോൺ, എന്താണ് കഴിഞ്ഞ ആഴ്ച ജോണിനെ സ്പർശിച്ച വാർത്ത? വളരെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് ഒരുപക്ഷെ പല കാര്യങ്ങളും കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും. നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു സംഭവം, സണ്ണി പീറ്റർ പറഞ്ഞ ഒരു സംഭവം, പക്ഷെ അതിനേക്കാളും ഒരുപക്ഷെ ക്രൂരതയേറിയ ഒരു സംഭവമാണ് യുദ്ധം എന്ന് പറയുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ മനഃപൂർവ്വം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ നന്മയ്ക്ക് എന്ന് പറയും, പക്ഷേ സ്വാർത്ഥ ലാഭമാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന യുദ്ധം, അതിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു 3-4 മാസത്തിനുള്ളിൽ മരിച്ചു വീണത് ഏകദേശം 5000 തൊട്ട് 6000 ചില ആളുകളാണ്. ഇറാൻ, ഇസ്രായേൽ, അങ്ങനെ എല്ലാം കൂടിയാണ് ഒരു സംഖ്യ പറയുകയാണെങ്കിൽ ഏകദേശം അത്രത്തോളം ഒരു ആളുകളുടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്, പല രീതിയിലും സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്
ഈ യുദ്ധം എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് മനുഷ്യരാശിക്ക് നന്മ കൊണ്ടുവന്നിട്ടില്ല എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും മനുഷ്യരാശിക്ക് നന്മ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ലോകം നിൽക്കുന്നത് തന്നെ ഈ ആയുധങ്ങളുടെ ഭീഷണിയിലാണ് ലോകം മുഴുവൻ നിന്നുകൊണ്ടിരിക്കുന്നത്. ആയുധങ്ങൾ വെച്ചിട്ടുള്ള ഭീഷണിയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹോർമോസ് കടലെടുക്കേണ്ട ഉപരോധങ്ങളുണ്ട്, മൈനുകളുണ്ട്. അത് വെച്ചിട്ട് അവർ ഭീഷണി നടത്തുന്നു. അതേസമയം US അവരുടെ കയ്യിൽ ഇതിനേക്കാളും വലിയ ആയുധങ്ങളുണ്ട്, ഭീഷണി നടത്തുന്നു. തൊട്ടപ്പുറത്ത് നോർത്ത് കൊറിയ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, ഭീഷണി നടത്തുന്നു. ഈ ഇന്ത്യ ആരും അറ്റാക്ക് ചെയ്യുന്നില്ല, തിരിച്ചങ്ങോട്ട് പോകാറില്ല, എങ്കിലും അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അങ്ങനെ ഈ ബ്രിട്ടൻ്റെ ഫ്രാൻസ് അതുപോലെയുള്ള മിക്ക രാജ്യങ്ങളിലും ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങളുടെ പേരിൽ ഒരു താൽക്കാലിക സമാധാനം, ഉപരിപ്ലവമായ സമാധാനം എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. വെറും സൂപ്പർഫിഷ്യൽ പീസ്. പ്രത്യേകിച്ച് അതുകൊണ്ട് ഉപകാരമില്ല, കൂടുതലായിട്ട് സംഘർഷങ്ങൾ വരുന്നത് മാത്രമുള്ളൂ. അതേസമയം നമുക്കറിയാം, പരിശുദ്ധ പിതാവ് പോപ്പ് ലയോ 14 പാപ്പ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ സമാധാനത്തിന് വേണ്ടി ചർച്ചകൾ നടത്തൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറൊരു ഘടകം എന്നുള്ളത്, സ്വാർത്ഥതയ്ക്ക് വേണ്ടി പലരും ചർച്ചകൾ നടത്തുമ്പോൾ തങ്ങളുടെ ഈഗോയിസമോ അല്ലെങ്കിൽ സ്വാർത്ഥതയോ അതുമൂലം ചർച്ചകൾക്കൊരിക്കലും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക്, പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ ഞാൻ പറയാം, അനിശ്ചിതകാലത്തേക്ക് നീട്ടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഉപരോധങ്ങളും പ്രശ്നങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന UN ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഏകദേശം ഇന്ത്യയിലടക്കം 3 കോടി ജനങ്ങളാണ് അതീവ ദാരിദ്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷാമത്തിലേക്ക് വരിക എന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട്, ഇന്ന് വന്നൊരു റിപ്പോർട്ടാണത്, ഇന്ത്യയിൽ ഉൾപ്പെടെ. അപ്പോൾ ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലെയുള്ള മറ്റ് പല ഐക്യരാഷ്ട്രസഭയുടെ സംഘടനകൾക്കുള്ള മെയിനായിട്ടുള്ള ഫണ്ട് വരുന്ന അമേരിക്ക എന്നാണ് പറയുക. ആ ഫണ്ട് കുറേയൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് നമുക്കറിയാം. കാരണം പലപ്പോഴും പല സമയത്തും ഈ ഫണ്ട് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ആരോപണത്തിലും പിന്നെ അമേരിക്ക അതിൽ നിന്ന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ആരോപണത്തിലേക്കാണ് ഈ പല ഫണ്ടുകളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല, 3 കോടി ജനങ്ങളോടായിട്ട് പറയുകയാണ്. ഇത് മാത്രമല്ല, ഈ പശ്ചിമേഷ്യ യുദ്ധം അവിടെ നിൽക്കുന്നു. ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പശ്ചിമേഷ്യയിലെ ഇറാനോ അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യങ്ങളോ ഇസ്രായേലോ അമേരിക്കയോ, അമേരിക്ക പ്രത്യേകിച്ച് വലിയ ക്ഷീണമൊന്നും ഉണ്ടാകുന്നില്ല, എങ്കിലും മറ്റ് രാജ്യങ്ങൾ മാത്രമല്ല സഹിക്കുന്നത്, ഈ ഇന്ത്യ ഉൾപ്പെടെ നമുക്കറിയാം, ഈ കേരളത്തിൽ ആയിരിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ ബാക്കി മിക്ക സ്ഥലങ്ങൾക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പാണ് പാചകവാത ക്ഷാമം എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായത്. തീർന്നിട്ടില്ല. അതിനുശേഷം മറ്റു പല പ്രതിസന്ധികളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ദക്ഷിണ കൊറിയയിലാകട്ടെ ഊർജ്ജ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവർ 1 വർഷത്തേക്കാണ് അടിയന്തര ഊർജ്ജ പ്രതിസന്ധി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ജപ്പാൻ ഇനി വേറൊരു എക്സാമ്പിളാണ്. ഇനി മറ്റ് പാകിസ്ഥാനിൽ നമുക്കറിയാം, നേപ്പാൾ, പാകിസ്ഥാൻ, അങ്ങനെ മിക്ക പശ്ചിമേഷ്യയിൽ മാത്രമല്ല ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങൾ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, അപ്പോൾ ഇവർക്കൊക്കെ ഒരു ഊർജ്ജ പ്രതിസന്ധി വളരെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പരിഹാരം തന്നെ ട്രംപ് പറയുന്നു, നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാം, വെനസ്വേലയിൽ നിന്ന് വാങ്ങാൻ പല സ്ഥലങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ എങ്കിലും അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം പശ്ചാത്തലത്തിൽ സഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സഹിക്കുന്നത് ആ 2 രാജ്യങ്ങൾ മാത്രമല്ല, സാധാരണക്കാരായ മനുഷ്യരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നൈമിഷിക സുഖത്തിന് വേണ്ടി സഹിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർ, പൊലിഞ്ഞു തീരുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. ഇവിടെ അതുപോലെ തന്നെയാണ്, ഒരു നിസാര വാക്കുതർക്കത്തിന് അല്ലെങ്കിൽ നിസാര സ്വാർത്ഥതയ്ക്ക് വേണ്ടി പൊലിയുന്നത് ഇതുപോലെ സാധാരണക്കാരുടെ ജീവിതങ്ങൾ. ഐക്യരാഷ്ട്രസഭ പറയുന്നത് തന്നെയാണ്, ഏകദേശം ഒരു കണക്ക് പറഞ്ഞാണ്, ഏകദേശം 3 കോടി ജനങ്ങളാണ്, ഈ ഒരു സാധാരണക്കാരായ ജനങ്ങളാണ് അതിദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴാൻ പോകുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല. ഈ ഒരു വളരെ വേദനാജനകമായ അവസ്ഥ ആണ് ഇനിയും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു ക്ഷീണം തീരും മുൻപേ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ഒരുപക്ഷെ ചൂടുവെക്കാൻ സാധ്യതയുണ്ട്. വേറൊരു യുദ്ധത്തിലേക്ക് വരുന്നത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു ക്ഷീണമാണ്. നമുക്കറിയാം, വലിയൊരു ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന വലിയൊരു സാമ്പത്തിക മാന്ദ്യം ലോകം മുഴുവൻ ഉണ്ടായത്. അതേ ഒരു സാമ്പത്തിക മാന്ദ്യം ലോകം മുഴുവനും, ഇന്ത്യയിലും ലോകം മുഴുവനും ഇത് ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ പരിണതഫലം അനുഭവിക്കുന്നത് കോടിക്കണക്കിന് ആൾക്കാരാണ്. തീർച്ചയായിട്ടും. അതായത് ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാകുന്നത് ഈ നമ്മുടെ രാജ്യങ്ങൾ പോലുള്ള ചെറുകിട രാജ്യങ്ങളിലെ ആളുകളാണ്. സാധാരണക്കാരായ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അത് പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി ദൂരവ്യാപകമായി ചിന്തിക്കുമ്പോൾ വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ വല്ലാണ്ട് വേട്ടയാടപ്പെടുന്ന ഒരു വാർത്ത തന്നെയാണ്. അഭയ, എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അഭയെ സ്വാധീനിച്ച വാർത്ത?
ഒരു വൻ ദുരന്തത്തെക്കുറിച്ചും ഒരു അറുതിയില്ലാത്ത യുദ്ധത്തെക്കുറിച്ചുമുള്ള വാർത്തയ്ക്ക് ശേഷം എനിക്ക് പങ്കുവെക്കാനുള്ളത് വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ്. ഒരുപിടി മനം കവർന്ന നിമിഷങ്ങൾ സമ്മാനിച്ച, മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിച്ച ലയോ 14 പാപ്പയുടെ ആഫ്രിക്കൻ പര്യടനം ഇവിടെ ഇന്നലെ സമാപിക്കുകയുണ്ടായി. പാപ്പയുടെ ഏറ്റവും നീണ്ടുനിന്ന ദൈർഘ്യം കൂടിയ ഒരു സന്ദർശനമായിരുന്നു. പാപ്പയുടെ 3ാമത്തെ പേപ്പൽ സന്ദർശനമായിരുന്നു ആഫ്രിക്കൻ രാജ്യത്തിലേക്കുള്ള പാപ്പയുടെ സന്ദർശനം. ഏപ്രിൽ 13 മുതൽ 23 വരെ 11 ദിവസങ്ങളിലായി നീണ്ടുനിന്ന ഈ ആഫ്രിക്കൻ പര്യടനത്തിൽ പാപ്പ സന്ദർശിച്ചത് 4 രാജ്യങ്ങളായിരുന്നു. അൾജീരിയ, കെമറൂൺ, അതുപോലെ തന്നെ ആംഗോള, ഇക്വറ്റോറിയൽ ഗിനിയ തുടങ്ങി 4 രാജ്യങ്ങളാണ് പാപ്പ സന്ദർശിച്ചത്. അതിൽ പാപ്പ ആദ്യമായി തന്നെ എത്തിയത് അൾജീരിയയിലായിരുന്നു. പാപ്പയുടെ ഈ സന്ദർശന വേളയിൽ അൾജീരിയൻ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്രപരമായ നിമിഷം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അൾജീരിയൻ മണ്ണിൽ ആദ്യമായി ഒരു പേപ്പൽ സ്പർശനം ഏൽക്കുന്നത് ലയോ 14 പാപ്പയുടെ സന്ദർശനത്തിനോടെയാണ്. ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ അൾജീരിയൻ മണ്ണിൽ എത്തുന്നത്. മാത്രമല്ല അൾജീരിയ പാപ്പയ്ക്ക് നൽകിയത് വൻ സ്വീകരണമായിരുന്നു. പാപ്പയുടെ ഈ 4 രാജ്യങ്ങളിലൂടെയുള്ള സന്ദർശന വേളയിലും കാണാൻ സാധിക്കുന്നത് ഒരുപിടി നല്ല നല്ല നിമിഷങ്ങൾ, മറക്കാനാകാത്ത ഓർമ്മകൾ, ഈ രാജ്യം പാപ്പയ്ക്ക് നൽകിയ വൻ സ്വീകരണം. നമുക്കറിയാം, ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ക്രൈസ്തവർ ദിനം പ്രതി പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ് ആഫ്രിക്കൻ മണ്ണെന്ന് പറയുന്നത്. എത്രമാത്രം അവർ പീഡിപ്പിക്കപ്പെടുന്നുവോ അത്രമാത്രം ക്രൈസ്തവ വിശ്വാസം തഴച്ചു വളരുന്ന ഒരു മണ്ണ് കൂടിയാണ് ആഫ്രിക്കൻ മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും പാപ്പ എത്തിയ ഈ 4 രാജ്യങ്ങളിലും പാപ്പയ്ക്ക് ലഭിച്ചത് വൻ സ്വീകരണങ്ങളായിരുന്നു. പാപ്പയുടെ രണ്ടാമത്തെ രാജ്യമായിരുന്ന കെമറൂണിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ 1.5 ലക്ഷത്തോളം ആളുകളോടൊപ്പം പാപ്പ അർപ്പിച്ച ഒരു പേപ്പിൾ ദിവ്യബലിയുണ്ട്. ആ ദിവ്യബലിക്കായി, പാപ്പയോടൊപ്പമുള്ള ആ ദിവ്യബലിക്കായി തലേ ദിവസം മുതൽ നിരവധി ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു ഓഡിറ്റോറിയത്തിൽ തലേ ദിവസം തന്നെ വന്ന് കാത്തുനിന്നത്. അപ്പോൾ 1.5 ലക്ഷത്തോളം ആളുകളോടൊപ്പം പാപ്പ ദിവ്യബലി അർപ്പിക്കുന്ന ഒരു മനോഹരമായ സന്ദർഭങ്ങൾ കെമറൂണിലുണ്ടായി. അതുപോലെ തന്നെ കെമറൂണിലെത്തിയ വലിയ ഇടയനരികിലേക്ക് ഓടിയെത്തിയ ഒരു പെൺകുട്ടി, എല്ലാവരുടെയും കണ്ണ് നിറച്ച ഒരു പെൺകുട്ടിയായിരുന്നു അത്. ആ പെൺകുട്ടിയെ പാപ്പ മുട്ടുകുത്തി തറയിലിരുന്ന് സ്വീകരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ആ ഒരു രംഗങ്ങളൊക്കെ പാപ്പയുടെ ഈ പേപ്പിൾ സന്ദർശന വേളയിൽ തീർച്ചയായും ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരുന്നു. അതിനുശേഷം പാപ്പ എത്തിയ ആംഗോള ആകട്ടെ, ആംഗോളയിൽ ഓരോ പാപ്പയുടെ പൊതുപരിപാടിയിലും ഉണ്ടായിരുന്ന വിശ്വാസി സാന്നിധ്യം, അസംഖ്യം വിശ്വാസികളാണ് പാപ്പയുടെ ഓരോ പൊതുപരിപാടിയിലും പാപ്പയെ അനുഗമിച്ചത്. അങ്കോള എന്ന് പറയുന്നത് ദിനംപ്രതി ക്രൈസ്തവ വിശ്വാസം തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ തീർച്ചയായും പത്രോസിന്റെ പിൻഗാമിയുടെ ആ പേപ്പിൾ സന്ദർശനം ആ രാജ്യത്തെ ഓരോ വിശ്വാസിക്കും വളരെ ഊർജവും കരുത്തും പകരുന്ന ഒന്നായിരുന്നു. പാപ്പയുടെ അവസാന രാജ്യമായിരുന്നു ഇക്വറ്റോറിയൽ ഗിനിയ എന്ന് പറയുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇക്വറ്റോറിയൽ ഗിനിയ എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ ഗിനിയയിൽ എത്തിയ ശേഷം പാപ്പയെ തീർച്ചയായും അവിടെ ഉണ്ടായിരുന്നതും പാപ്പയ്ക്ക് അവിടെ ഏറ്റവും എന്നെ സ്പർശിച്ച ഒരു കാര്യം, മനുഷ്യ ചങ്ങലകൾ തീർത്ത് പാപ്പയ്ക്ക് പിന്നാലെ സഞ്ചരിച്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അത്തരത്തിലാണ് ഇക്വറ്റോറിയൽ ഗിനിയയിൽ പാപ്പയ്ക്ക് സ്വീകരണം ഒരുക്കിയത്. തീർച്ചയായും പാപ്പ ഈ 4 രാജ്യങ്ങളിലും എത്തിയ ശേഷം അവിടുത്തെ ഭരണാധികാരികളുമായിട്ടും അതുപോലെ തന്നെ നയതന്ത്ര മറ്റെല്ലാ മേഖലകളിലുമുള്ള ഉന്നതരുമായിട്ടും പാപ്പ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം പാപ്പ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളുണ്ട്. പാപ്പ സന്ദർശനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, ജയിലുകൾ, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ പാർപ്പിക്കുന്ന, അത്തരത്തിൽ പാപ്പ സന്ദർശനത്തിനായി തിരഞ്ഞെടുത്ത ഓരോ സ്ഥലങ്ങളും വളരെ എന്താ പറയുക, എടുത്തു പറയേണ്ടതാണ്. പാപ്പയുടെ ആ സന്ദർശന ലക്ഷ്യം എത്രമാത്രം ഈ പാവങ്ങളെ ചേർത്ത് പിടിക്കണം, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം അഗതികൾക്ക്, ആരോരുമില്ലാത്തവർക്ക്, അനാഥരായവർക്ക്, അതുപോലെ തന്നെ ജയിൽ പുള്ളികൾ, ജയിലിൽ കഴിയുന്നവർ, ഇത്തരത്തിലുള്ളവരെല്ലാം പാപ്പ ചേർത്ത് പിടിക്കുന്ന, പാപ്പയുടെ ഓരോ സന്ദർശന വേളയിലും സമാധാനത്തെക്കുറിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചും ഒക്കെ പാപ്പ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പാപ്പ തൻ്റെ ഇക്വറ്റോറിയൽ ഗിനിയയിൽ അവസാന പേപ്പൽ ബലി അർപ്പിച്ചാണ് തൻ്റെ 11 ദിവസം നീണ്ടു നിന്ന പേപ്പൽ പര്യടനത്തിന് സമാപനം കുറിച്ചത്. പാപ്പയുടെ ആ ഒരു പൊതുപരിപാടിയിൽ, അവസാനത്തെ പൊതുപരിപാടിയിൽ നല്ല മഴയുണ്ടായിരുന്നിട്ട് പോലും നിരവധി ആളുകളാണ് പാപ്പയുടെ ആ പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. ആ പരിപാടിയിൽ പാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ആഫ്രിക്കൻ പര്യടനം തൻ്റെ ഈ ഒരു പേപ്പൽ ജീവിതത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ഈ ഒരു പത്രോസിന്റെ പിൻഗാമിയായിട്ടുള്ള തൻ്റെ ഈ ജീവിതത്തിൽ വളരെയധികം മുതൽക്കൂട്ടായ ഒരുപാട് മൂല്യങ്ങൾ സമ്മാനിച്ച ഒരു പര്യടനമായി, ഈ ഒരു യാത്രയായി ഈ ആഫ്രിക്കൻ യാത്ര മാറിയെന്ന് പാപ്പ പങ്കുവയ്ക്കുകയുണ്ടായി. അതിനുശേഷമാണ് പാപ്പ തൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ പേപ്പൽ പര്യടനം അവസാനിപ്പിച്ച് ആഫ്രിക്കൻ മണ്ണിൽ നിന്ന് റോമിലേക്ക് മടങ്ങിയത്. അതുപോലെ തന്നെ ഈ ഒരു പര്യടന വേളയിലായിരുന്നു ലോകമെങ്ങും ചർച്ചയായ ട്രംപ് പാപ്പയ്ക്കെതിരെ പറഞ്ഞ വളരെ യുക്തിരഹിതമായ ഒരു പ്രസ്താവന ഉണ്ടായത്. പാപ്പ ഇറാന്റെ ആണവായുധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇറാന്റെ ആണവായുധങ്ങളെ ട്രംപ് അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് തടുക്കാൻ ശ്രമിക്കുന്നതിനെ പാപ്പ പിന്തുണയ്ക്കുന്നില്ല. തരത്തിലുള്ള പാപ്പയ്ക്കെതിരെ വളരെ മോശമായതും അതുമാത്രമല്ല യുക്തിരഹിതമായ വിമർശനങ്ങൾ ട്രംപ് ഉന്നയിച്ചതും പാപ്പ അതിനുള്ള മറുപടി നൽകിയതും
വീണ്ടും ട്രംപ് തന്റെ നടപടികൾ തുടർന്നു. എന്നാൽ ട്രംപുമായിട്ട് ഒരിക്കലും ഒരു വാഗ്വാദത്തിന് താൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് തന്റെ നയം വളരെ വ്യക്തമാക്കിയിരുന്നു. തീർച്ചയായും നമുക്കറിയാം, ഓരോ വേളയിലും യുദ്ധം ആരംഭിച്ച ഓരോ വേളയിലും സമാധാനത്തിനായുള്ള വലിയ ആഹ്വാനങ്ങൾ നൽകി. തന്റെ പേപ്പൽ സന്ദർശന വേളയിലാണെങ്കിൽ പോലും ഓരോ അവസരത്തിലും വിമാനത്തിൽ മാധ്യമപ്രവർത്തകരുമായി നൽകുന്ന കൂടിക്കാഴ്ചയിലാണെങ്കിൽ പോലും സമാധാനം വേണം, നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുക, ആയുധങ്ങൾ ഉപേക്ഷിക്കുക എന്ന് ആവർത്തിച്ച് പറയുന്ന വ്യക്തിത്വം തന്നെയാണ് ലയോ 14 പാപ്പ എന്ന് പറയുന്നത്. ആ പാപ്പയ്ക്കെതിരെയാണ് ട്രംപ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. അതിനെതിരെ ജനരോക്ഷം ആഗോളതലത്തിൽ വിശ്വാസികളുടെ മാത്രമല്ല മറ്റ് പല മേഖലകളിൽ നിന്നും ട്രംപിനെതിരെ വളരെ വലിയ രോഷം മുന്നോട്ട് വരികയുണ്ടായി. അപ്പോൾ ട്രംപ് പറയുകയുണ്ടായി, താൻ അത്തരത്തിലല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് ട്രംപ് ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് തീർത്തും വാസ്തവവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയ ഒരു കാര്യവും ഉണ്ടായത് പാപ്പയുടെ ഈ പേപ്പൽ സന്ദർശന വേളയിൽ തന്നെയായിരുന്നു. തീർച്ചയായും ലയോ 14 പാപ്പയുടെ ഈ ആഫ്രിക്കൻ പര്യടനം ആഫ്രിക്കൻ മണ്ണിനെ സമ്മാനിച്ചത് വളരെ വലിയൊരു ഊർജ്ജമാണ്. അവിടുത്തെ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിന് ഇത് വലിയൊരു വളക്കൂറ് നൽകുകയാണ് പാപ്പയുടെ പര്യടനത്തിലൂടെ ഉണ്ടായത്. തീർച്ചയായും ഈ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരെല്ലാം യുദ്ധത്തെ പ്രോത്സാഹിക്കുകയും യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്യുമ്പോൾ പാപ്പയാണെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു കാവൽക്കാരനായി ലോകത്തോട് സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. തീർച്ചയായും അത് നമ്മളുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയേകും, നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ മനസ്സിൽ ഈ കഴിഞ്ഞ ആഴ്ച വല്ലാണ്ട് തട്ടിയൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, അപ്പനും അമ്മയും ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം മക്കളെ ഉറക്കാൻ കിടത്തുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് എന്തോ കടിച്ചു എന്ന് മനസ്സിലാകുന്നത്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കട്ടിലിൽ കയറ്റി കിടത്തുന്നു 2 കുട്ടികളെ. പക്ഷേ കടിച്ചത് പാമ്പാണെന്ന് തിരിച്ചറിയുന്നു. അതിൽ ഒരു മകൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ഒരു കുട്ടി വെന്റിലേറ്ററിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന വല്ലാത്ത ഒരു വാർത്ത നമ്മൾ കണ്ടു. പക്ഷേ മാതാപിതാക്കൾക്കൊന്നും സഹിക്കാൻ കഴിയില്ല. കാരണം തങ്ങളുടെ പിഞ്ചോമനകളെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കാൻ വേണ്ടി കിടത്തുകയാണ്, താരാട്ടുപാട്ടൊക്കെ പാടി ഉറക്കാൻ കിടത്തുകയാണ്. അപ്പോഴാണ് അറിയാതെ ഒരു പാമ്പ് കയറി വന്ന് കടിക്കുകയും ആ കുഞ്ഞ് മരിക്കുകയും ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു കുട്ടി 8 വയസ്സുകാരൻ്റെ മരണവും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് അമ്മൂമ്മയോടൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞായിരുന്നു, അവനെ ഒരു മൂർഖൻ പാമ്പ് കടിക്കുകയും ആ കൊച്ചു മരിക്കുകയും ചെയ്തു. അതുപോലെ ഒരു സംഭവം ഉണ്ടായത് സലീന, കായംകുളത്തുകാരിയാണ്, 40 വയസ്സേ ഉള്ളന്നേ. അവരവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഒരു വിവാഹ സൽക്കാരത്തിന് വേണ്ടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ മുറ്റത്തൊക്കെ നിറയെ വാഹനങ്ങൾ കിടക്കുക. അതുകൊണ്ട് ഇവർ വിചാരിച്ചു, എൻ്റെ സ്കൂട്ടി ഇവിടെ നിർത്തണ്ട, കുറച്ച് മാറ്റിയിട്ടേക്കാമെന്ന് പറഞ്ഞ് ഒരു ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി സ്കൂട്ടി ഇട്ടു. ഇത്ര തെറ്റേ അവർ ചെയ്തുള്ളൂ. വിവാഹ സൽക്കാരങ്ങൾ കഴിഞ്ഞു, തിരിച്ചു വന്നപ്പോൾ രാത്രിയായി. വന്ന് സ്കൂട്ടി എടുത്തു, എന്തോ കടിച്ച പോലെ തോന്നി. സലീനയും മരിച്ചു. 4 പേരുടെ മരണമാണ് നമ്മൾ കണ്ടത്, വളരെ പെട്ടെന്ന് തന്നെ. ഒരു മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ മകൾക്ക് അന്നത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നൊരു സാധാരണക്കാരൻ, കിണർപണിക്കാരനാണ്. കിണർപണിക്ക് വേണ്ടി പോയി, ശക്തമായ ചൂടിൽ തളർന്നു, കുഴഞ്ഞു വീണു, മരിച്ചു. വീട്ടിലേക്ക് ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ മക്കൾക്ക് മിഠായി കൊണ്ടുവരാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ടുവരാം, ഞാൻ വരുന്നവരെ കാത്തിരിക്കണേ എന്ന് ഭാര്യയോട് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ പോയിട്ടുണ്ടാവുക. ചേതനേറ്റ മൃതശരീരമാണ് തിരിച്ച് വീട്ടിലേക്ക് വരിക. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് വേർപാട് എന്ന് പറയുന്നത്. എത്രത്തോളം ഭീകരത അല്ലെങ്കിൽ എത്രത്തോളം ദുഃഖം നൽകുന്ന ഒന്നാണ് എന്ന് അറിയുന്നതായിരുന്നു ഈ 4 മരണങ്ങൾ എന്ന് പറയുന്നത്. ഇത് എൻ്റെ ഈ ആഴ്ചയിലെ വാർത്തകൾക്കിടയിൽ വല്ലാതെ മനസ്സിൽ തട്ടിപ്പോയതാണ്. ഒന്ന് പാമ്പ് കൊണ്ടുണ്ടായ അപകടമാണ്, മറ്റൊന്ന് ചൂട് കൊണ്ടുണ്ടായ അപകടമാണ്. ഇതൊന്നും ആരുടെയും തെറ്റല്ല, അവർ ചെയ്ത തെറ്റിൻ്റെ പരിണതഫലം അല്ല, അത് പ്രകൃതി കാത്തുവെച്ച ഒന്ന് തന്നെയായിരുന്നു. ഇങ്ങനെ ആയിരിക്കണം ഇവരുടെ മരണം എന്ന് ആരോ നിശ്ചയിച്ചതുപോലെ ഉള്ള മരണങ്ങൾ. വളരെയേറെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇത്. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഈ ഉഷ്ണതരംഗമൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന വിനയുടെ ഒരു ഭാഗം കൂടിയാണ്. നമ്മൾ പലപ്പോഴും ഈ പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ വനസംരക്ഷണം അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ പലരും അതിനെ കളിയാക്കുന്നുണ്ട്, പുച്ഛിച്ച് കളയുന്നുണ്ട്. അതിനൊരു ആവശ്യകതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണോ എന്നൊരു ചോദ്യമൊക്കെ ആയിരിക്കും ഇങ്ങോട്ടും തിരിച്ചു ചോദിക്കുക. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യകതയാണ് നമ്മൾ പലപ്പോഴും ഈ പ്രകൃതി നമ്മളെ കാണിച്ചു തരുന്നത്. മുമ്പ് ഒരിക്കലും ഇത്തരത്തിലുള്ള കഠിന ചൂടിലേക്ക് നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല. നമ്മൾ നോക്കൂ, ഇപ്പം നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാലക്കാട് 41 ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ പുനലൂര് കൊല്ലത്തൊക്കെ 39 കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള അന്തരീക്ഷ ഊഷ്മാവിൻ്റെ അളവ് കൂടുതലായിരിക്കാം നമ്മളെ ഇങ്ങനെ വേവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. മലയാളികൾ ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് എന്തൊരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പൊന്നും വേനൽ ചൂട് വരുമ്പോഴും ഇത്തരത്തിലുള്ള എത്ര ദോഷകരമായ അല്ലെങ്കിൽ ഇത്ര വെന്തുരുകുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കേരളം ഇപ്പോൾ വെന്തുരുകിക്കൊണ്ടേയിരിക്കുക. പച്ച ഇത് പറയുകയാണെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ഒരു വനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. വീടുകളൊക്കെ കോൺക്രീറ്റ് ആകുന്നു. അതോടൊപ്പം തന്നെ മുറ്റമൊക്കെ ഭംഗിയായി കിടക്കണം എന്നുള്ളതൊക്കെ നല്ല കാര്യം. പക്ഷേ
ഈ ഹോളോ ബ്രിക്സ് അല്ലെങ്കിൽ ഇഷ്ടികകളൊക്കെ വെച്ച് നിരത്തുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് പാടങ്ങൾ നികത്തുന്നു. അതുപോലെ ചെറിയ ചെറിയ കുളങ്ങളൊന്നും ഇല്ലാതാകുന്നു. നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം കുളങ്ങളും ചെറിയ ചെറിയ തോടുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മണ്ണിട്ട് നികത്തി പാടങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ 2026 കടന്നതോടുകൂടി തന്നെ നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച് നോക്കണമെങ്കിൽ മുണ്ടത്തിക്കൂടുണ്ടായ നഷ്ടം എന്ന് പറയുന്നത്, ഈ അപ്പനും അമ്മയ്ക്കും വീട്ടുകാർക്കുണ്ടായ പാമ്പുകടിയും ചൂടും കൊണ്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ വല്ലാത്തൊരു കണക്ക് തന്നെയാണ്. അപ്പോൾ ഈ നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എനിക്കിത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആത്മവിശ്വാസം ഉണ്ടാകുക, പ്രതീക്ഷയുണ്ടാകുക, കൂടെ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടാവുക, എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഞാനൊരു കഥ പറയാം. സ്വന്തമായി ഒരു ഭവനം എന്നുള്ളത് അയാളുടെ ദീർഘനാളത്തെ സ്വപ്നമായിരുന്നു. അങ്ങനെ നാളുകൾ കഷ്ടപ്പെട്ട് അയാൾ സ്വന്തമായി ഒരു വീടുണ്ടാക്കി. വളരെ മനോഹരമായ ഒരു വീട്. എന്നും അയാൾ ആ വീടിനെ നോക്കി സ്വന്തം ഒന്ന് അഹങ്കരിക്കും, എത്ര ഭംഗിയുണ്ട് എൻ്റെ ഈ വീട് കാണാൻ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ആ വീട് കത്തിനശിച്ചു, പൂർണ്ണമായും കത്തിനശിച്ചു. ചാരം മാത്രമായി അവശേഷിച്ചു. അവിടെ ഇരുന്ന് അയാൾ പൊട്ടി കരഞ്ഞു. എത്ര നാൾ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീടാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ആ വീടിന് സമീപത്തിരുന്ന് അയാൾ കരയാൻ തുടങ്ങി. ഉറക്കെ കരഞ്ഞു. തൻ്റെ കഷ്ടപ്പാടുകളെല്ലാം വെറുതെയായി കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്ത് ചെയ്യും? അയാളാകെ നിരാശനായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആ വഴി വന്നത്. അയാൾ പറഞ്ഞു, സാരമില്ല, നമുക്ക് വീണ്ടും ഒരു ഭവനം ഉണ്ടാക്കാം. പക്ഷേ ഇതുകൊണ്ട് അയാൾ സമാധാനപ്പെട്ടില്ല. ഉറക്കെ കരയാൻ തുടങ്ങി. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. താൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ വീടുണ്ടാക്കിയത്, ഇന്ന് ആ വീട് ഇല്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ ഈ സുഹൃത്ത് അയാളോട് പറഞ്ഞു, എങ്കിൽ ആ വീടിനോടൊപ്പം നീയും കത്തിച്ചാമ്പലായാൽ മതിയായിരുന്നു എന്ന്. പെട്ടെന്ന് ഇയാൾ കരച്ചിൽ നിർത്തി. എന്നിട്ട് സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി, ആ വീട് മാത്രമാണ് നശിച്ചു പോയത്. നീ എന്ന് പറയുന്നത് ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നു. നമ്മൾ കഷ്ടപ്പെട്ടാൽ ഇതിലും മനോഹരമായ ഒരു വീടുണ്ടാക്കാം എന്ന്. അതായത് നമ്മൾ ഇപ്പോഴും ഇവിടെ ജീവനോടെയുണ്ട്, നമുക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് സുഹൃത്ത് പറഞ്ഞു. ഇത് കേട്ട് അയാളുടെ മനസ്സ് മാറി. അയാൾ കരച്ചിൽ അടക്കി. ഇനിയും ഒരു വീടുണ്ടാക്കാനോ ഇനിയും അധ്വാനിക്കാനോ എനിക്ക് കഴിയും എന്ന ബോധ്യം അയാൾക്കുണ്ടായി. അയാൾ നിവർന്നു നിന്നു, കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ഒന്നുകൂടി കരഞ്ഞു. ആ കരച്ചിൽ ഒരു സന്തോഷത്തിൻ്റെ കരച്ചിലായിരുന്നു. പലരും ഇങ്ങനെയാണ്. ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ വീണു പോകും. എന്നാൽ മറ്റു ചിലരോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവർ നേരെ നിൽക്കും. ആത്മവിശ്വാസവും പ്രതീക്ഷയും അവരുടെ കൈമുതലായി മാറും. അങ്ങനെ എല്ലാം തകർന്നടിഞ്ഞു പോയാലും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കും. അവർ നാളെ വിജയിക്കുകയും ചെയ്യും. ആത്മവിശ്വാസം, പ്രതീക്ഷ, നിശ്ചയദാർഢ്യം ഇതുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് തളരാതെ മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാവർക്കും ആത്മവിശ്വാസവും പ്രതീക്ഷയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ആഴ്ചയിലെ ചങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.